എങ്ങനെയാണ് ഭാരതീയർ 1000 കൊല്ലത്തോളം അടിമകളായി ജീവിച്ചത്? കാരണം എന്താണെന്നോ, നമ്മൾ ശരിയായ ഭാരതീയത വിട്ടുകളഞ്ഞു. അവിടെയാണ് അബദ്ധം പറ്റിയത്. വേദവ്യാസ മഹാമുനിയും വാൽമീകി മഹർഷിയും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നാം മറന്നുപോയി. അക്രമിയോട് അനുകമ്പ കാണിക്കാനല്ല നമ്മെ പഠിപ്പിച്ചത് കഥാപാത്രങ്ങളിലൂടെ. മഹാഭാരതത്തിൽ കുടുംബ കലഹമായിരുന്നതുകൊണ്ട് അവർ തമ്മിൽ കഥാപാത്രങ്ങൾ തമ്മിൽ സഹിഷ്ണുത കാണിച്ചിരുന്നു. പുറത്താരോടും ഒരു സഹിഷ്ണുതയും കാണിച്ചിട്ടില്ല. ആക്രമിയെ ആക്രമിച്ചതിനെ കീഴ്പ്പെടുത്തുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരുടെ മെയിൻ കഥാപാത്രങ്ങളെല്ലാം ഉപകഥകളിലൂടെ ഇതേ കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അക്രമി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ കൈകാര്യം ചെയ്യുന്നവരാണ് അതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ. അത്ര ദീർഘവീക്ഷണത്തോടെ വേദവ്യാസ മഹാമുനി ആയിരക്കണക്കിന് മുൻപോട്ട് കണ്ടുകൊണ്ട് രചിച്ചതാണ്. അതുമാത്രം ആ കഥാപാത്രങ്ങളെ മാത്രം അനുകരിച്ചാൽ മതി. ആരും നമ്മെ ഒരിക്കലും കീഴ്പ്പെടുത്തുകയില്ല. അത് നമ്മൾ വിട്ടുകളഞ്ഞു. സൗകര്യം അനുസരിച്ച് വേറെന്തോ കാര്യത്തിൽ വിട്ടുകളഞ്ഞു. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അപജയം. അത് നമുക്ക് പറ്റിയ അബദ്ധമാണ്. എല്ലാ കഥാപാത്രങ്ങളെയും പഠിച്ച് വിശകലനം ചെയ്താൽ അതുമാത്രം മതി. അതുപോലത്തെ പുസ്തകങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും നമുക്ക് ശരിയായിട്ട് ജീവിക്കാനുള്ളതാകും. പിന്നെ ആധുനിക ശാസ്ത്രം കൂടെ പഠിക്കണം. വേറെ ഈ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ അടിമകളായിട്ട് കണ്ടവൻ്റെ കീഴിൽ 1000 കൊല്ലം കഴിഞ്ഞു. അത് എവിടെയെങ്കിലും ശ്രീരാമൻ വിട്ടുവീഴ്ച ചെയ്ത് കണ്ടിട്ടുണ്ടോ? കുടുംബത്തിൽ കാണിച്ചു. പുറത്താരോടും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പുറത്ത് എവിടെ ശല്യം, എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും പുള്ളി ചോദ്യം ചെയ്യും. നമ്മുടെ ദൈവങ്ങൾ നമ്മൾ ദൈവങ്ങളായിട്ട് കണക്കൂട്ടുന്നവരല്ലേ ഇവരൊക്കെ, കൃഷ്ണനും ഈ രാമനും ഒക്കെ. അവർ ചെയ്യുന്ന അവരെ അനുകരിക്കുന്നതിന് പകരം നമ്മൾ ആരെ അനുകരിച്ചത്? നമ്മൾ ഇവിടെ ബുദ്ധമതമൊക്കെ സ്വീകരിച്ച് ആരെയും ഒന്നും ചെയ്യല്, എപ്പോഴും അനുകമ്പയായിരിക്കണം നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചു വെച്ച് നമ്മളുടെ ആ വീര്യം കെടുത്തി കളഞ്ഞു. ബുദ്ധമതവും ജൈനമതവും ഒക്കെ നാട് നശിപ്പിച്ചു. അത് കുറച്ചൊന്ന് നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശങ്കരാചാര്യരെ ഈ ഹിന്ദു മതം വീണ്ടും പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നത്. ഇല്ലേ നാട് മുടിയുമെന്ന് പുള്ളിക്ക് തോന്നുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ശങ്കരാചാര്യർ വന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചത് ഹിന്ദുമതം. ഹിന്ദുമതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത വിട്ടുവീഴ്ചയ്ക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു കഥാപാത്രങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടില്ല വേദവ്യാസനും വാൽമീകിയും ഒന്നും. പിന്നെ എന്തിനാണ് നമ്മളത് കൊണ്ടു നടക്കുന്നത്? നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? ആവശ്യമില്ലാത്ത അക്രമം കൊണ്ട് തോൽപ്പിക്കണമെന്ന് പഠിപ്പിച്ച നമ്മൾ അക്രമിയെ പൂവിട്ട് തൊഴുന്ന അടിമപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് എന്തിനാ? അക്രമിച്ചൂടെ വന്നവരോ എന്നാലും നമ്മളെല്ലാം അതെല്ലാം സഹിക്കുക ചെയ്തത്. അതിൽ നമ്മുടെ ആ വീര്യം കെട്ടുപോയി ഈ 2 മതങ്ങൾ, അതായത് ബുദ്ധമതവും ജൈനമതവും. അത് വന്നതാണ് നമ്മളുടെ എല്ലാ തോൽവിക്കും കാരണം. തുടർന്നുണ്ടായ ജാതി വ്യവസ്ഥിതി, ഇതിലൊക്കെ കുഴപ്പമായി. ഇത് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഒരേ ആൾക്കാർ ഒന്നിച്ച് ജീവിച്ചവർ തൊഴിലിൻ്റെ പേരിൽ അവർ തരംതിരിഞ്ഞ് തൊഴിൽ ചെയ്തിരുന്നു. വിവാഹബന്ധം പോലും ഇടകലശി എല്ലാം ഒന്നിച്ചായിരുന്നു. ഒന്നിനും ഒരു തരംതിരിവില്ലാത്ത ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയത് വലിയ ഭയങ്കര തെറ്റായിപ്പോയി. വലിയൊരു കുഴപ്പമാണ് ചെയ്തത്. നമുക്ക് പറ്റി ഏതോ പിശാച് സൃഷ്ടിച്ചതായി ഈ ജാതി വ്യവസ്ഥ നാട് മുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിശാചിൻ്റെ വർഗത്തിലുള്ള ഏവനോ ഉണ്ടായി അവൻ സൃഷ്ടിച്ചതാണ് ഈ ജാതി വ്യവസ്ഥിതി. നമുക്കത് ഇനി വേണ്ട. നമുക്കത് വലിയ ദൂരെ എറിയണം. വിവാഹത്തിന് ഈ പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്രപ്പൊരുത്തമൊന്നും അല്ല നോക്കേണ്ടത്. ആരോഗ്യമുള്ളവനാണോ അല്ല തൻ്റെ ഉള്ളവനാണോ? പെണ്ണിൻ്റെ കാര്യത്തിലും അത് തന്നെ. ആരോഗ്യം തൻ്റെ ഉള്ള പെങ്കൊച്ചാണോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ നാളെ ചേരുമോന്നല്ല. അതൊക്കെ കാലഹരണപ്പെട്ടതെന്നല്ല, അത് ഉപയോഗിക്കാനേ പാടില്ലാത്തതാണ്. ഒരു കഥയില്ലാത്തതാണത്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ വിവാഹം നടന്നു. ശ്രീരാമൻ നോക്കിയില്ല. ശ്രീരാമൻ്റെ അനിയന്മാരുടെ വിവാഹത്തിലൊന്നും നമ്മൾ ഈ പൊരുത്തം നോക്കിയില്ല.
ഏതെങ്കിലും കഥാപാത്രം മഹാഭാരതത്തിൽ പറയുന്നുണ്ടോ പൊരുത്തം നോക്കിയതായിട്ട്? അവനൊരു സൗകര്യമുള്ള ഒത്തു വന്നാൽ കല്യാണം കഴിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ വരുത്തിക്കൂട്ടിയ വിലകൾ വളരെ കൂടുതലാണ്. അതൊക്കെ കളഞ്ഞിട്ട് എപ്പോഴും നോക്കേണ്ടത് തന്നേടമുള്ള പുരുഷനാണോ, തന്നേടമുള്ള സ്ത്രീയാണോ, നല്ല നല്ല ആരോഗ്യമുള്ള പുരുഷനാണോ, ആരോഗ്യമുള്ള സ്ത്രീയാണോ, ഇതാണ് പൊരുത്തം നോക്കേണ്ടത്. ഇതല്ലാതെ മറ്റൊന്നും പൊരുത്തം നോക്കണ്ട. സാംസ്കാരികമായിട്ട് ചേരുന്നതാണോ? രണ്ട് സംസ്കാരങ്ങൾ ഉള്ള രണ്ട് പേര് നമ്മൾ ചേരാൻ ബുദ്ധിമുട്ടാണ്. സാംസ്കാരികമായ നിലവാരം എങ്ങനെയുണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അതാണ് നോക്കേണ്ടത്. അതിന് പകരമാണ് ഈ നക്ഷത്രപ്പൊരുത്തം എന്ന് പറയുന്ന ഈ ചവർ ഐറ്റം അതും കൊണ്ട് നടക്കുന്നത്. അത് പാടെ ഉപേക്ഷിക്കാമെങ്കിൽ നാട് നന്നാവും. അതൊക്കെ നിരോധിക്കേണ്ടതാണ് നിയമം കൊണ്ട്, ഈ നക്ഷത്രപ്പൊരുത്തം നോക്കലുമൊക്കെ. എങ്കിലേ ഇതൊക്കെ അംഗീകരിച്ചു തുടങ്ങുള്ളൂ. നല്ല ആരോഗ്യവും നല്ല തൻ്റെയിടമുള്ള പെങ്കൊച്ചായിരിക്കണം, നല്ല ആരോഗ്യവും തൻ്റെയിടമുള്ള പുരുഷനായിരിക്കണം. ഇതാണ് നോക്കേണ്ടത്. സാംസ്കാരികമായ നിലവാരം തമ്മിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം. ഇത്രയേ നോക്കാവുള്ളൂ. നാട് നന്നാവും. ഇപ്പം നല്ല വളർച്ചയുടെ ഒരു പാതയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയും പുറകോട്ട് പോകരുത്. ഈ ജാതിയും കെട്ടിപ്പിടിക്കണമെന്ന് ജാതിയുടെ പേരിൽ ഒരു തരംതിരിവും കൂടെ പാടില്ല. അങ്ങേയറ്റം നിഷേധാത്മക രീതിയിൽ ഇവിടെ എല്ലാവരും ജാതിയുടെ വ്യവസ്ഥിതിയോടെ ഇടപെടാവുള്ളൂ. നമ്മുടെ സഹോദരങ്ങളവർ, നമ്മൾ ഒന്നിച്ച് ജീവിച്ചവരാ, രക്തബന്ധമുള്ളവരാ. ഇവിടുത്തെ ജാതികൾ തമ്മിൽ രക്തം എടുത്ത് നോക്കട്ടെ, ഒരേ ജീൻ ആയിരിക്കും തമ്മിൽ തന്നെ. അത് കാര്യമായ വ്യത്യാസമില്ല. പുറത്തുനിന്ന് പിന്നീട് പലപ്പോഴും വന്ന ചിലരുടെയുമായിട്ടുള്ള പല ചേർച്ചയും വന്നെങ്കിലേ ഉള്ളൂ. ഇല്ലേ ഒരേ ജാതിയാണ്. ഇവിടെ ജാതിയുടെ പുറത്ത് ഏതെങ്കിലും ഒരു 4-5 ജാതി ഒന്ന് എടുത്തിട്ട് രക്തം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവിടെ ഒന്നിച്ച് എല്ലാം ഒന്നിച്ച് കഴിഞ്ഞവരാണ് ഇവിടെ, അല്ലാതെ വേറെ തരംതിരിഞ്ഞവരല്ല. അതൊന്ന് ഓർക്കണം, എല്ലാവരും ഓർക്കണം ഇത്. ഓക്കെ.